മറ്റുള്ളവരുടെ അവകാശങ്ങളെ പിടിച്ചെടുക്കുക, അത് സൂത്രത്തിലൂടെ കയ്യിലാക്കുക, ഇതൊക്കെ മരണാനന്തരം നരകം ലഭിക്കുന്ന അതിഭീകരമായ തെറ്റുകളാണെന്ന് സുന്നത്ത് പഠിപ്പിക്കുന്നത്. ഒരാളുടെയും ഭൂമിയുടെ ഒരു ചാണ് ഭൂമി പോലും അന്യായമായി കൈക്കലാക്കാൻ പാടില്ല. അത് അവൻ്റെ മരണാനന്തരം മോക്ഷം നഷ്ടപ്പെടുത്തുന്ന ഗൗരവത്തിലുള്ള വിഷയമാണ് നമ്മൾ തിരിച്ചറിയണം. പലപ്പോഴും വീട് വാടകയ്ക്ക് കൊടുക്കുന്നു, 8-10 വർഷം താമസിച്ച് കഴിഞ്ഞാൽ പിന്നീട് കുടികട അവകാശങ്ങളാണ് പല കേസുകളും നമുക്കറിയാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് നമ്മളെന്തെങ്കിലും സംഗതി ഒരു കട വാടകയ്ക്ക് കൊടുത്തു, അല്ലെങ്കിൽ നമ്മളൊരു ഭൂമി അവന് പാട്ടത്തിന് കൊടുത്തു, 8-10 വർഷം കഴിഞ്ഞാൽ പിന്നീട് അത് അവൻ്റെതാണ്, നമ്മുടേതല്ല. ഈ അർത്ഥത്തിലുള്ള നിയമങ്ങൾ, സമൂഹത്തിൽ നിയമങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ അള്ളാഹിൻ്റെ നിയമമുണ്ട് ഈ ഭൂമിയിൽ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ അവകാശം അന്യായമായി കൈക്കലാക്കിയാൽ അത് നരകത്തിൽ പോകാൻ തുല്യമായ പ്രാപ്തമായ ഗൗരവത്തിലുള്ള തെറ്റാണെന്ന് മനസ്സിലാക്കണം. വീണ്ടും റസൂലുള്ളാഹി പറയാണ്, ഫലാ യഹുല്ലു ലിഅഹദിൻ അഖദ ശൈഇൻ മിൻ ഹഖ്ഖി അഹദിൻ. ഒരാളുടെയും അവകാശത്തിൽ നിന്നും അല്പം പോലും കൈക്കലാക്കാനുള്ള അവകാശം ഒരാൾക്കുമില്ല, അധികാരം ഒരാൾക്കുമില്ല എന്ന് പഠിപ്പിക്കുക. മറ്റൊരു ഭാഗത്ത് പറഞ്ഞു, നിങ്ങൾ ഒരാളെക്കുറിച്ച് ഞാൻ ഇപ്രകാരം കേട്ടുപോകരുത്. എന്താണ്? അവർ ഖിയാമത്ത് നാളിൽ വരികയാണ്. എങ്ങനെ? ലഖിയല്ലാഹ യഹ്മിലു ബഈറൻ ഔ ഷാത്തൻ ഔ ബഖറത്തൻ. അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് എങ്ങനെയാണ്? അവൻ്റെ തലയിൽ ഒരു ഒട്ടകത്തെയും വഹിച്ചുകൊണ്ടാണ് വരുന്നത്, അല്ലെങ്കിൽ ഒരു ആടിനെയും വെക്കി കൊണ്ടുവരുന്നു, അതല്ലെങ്കിൽ ഒരു പശുവിനെയും കൊണ്ടുവരുന്നു. കാരണം എന്താ? ഖിയാമത്തിനാളിൽ അള്ളാഹുവിനെ കാണാൻ വരുന്നവന് വല്ലവൻ്റെയും അപഹരിച്ച ഒട്ടകം, വല്ലവൻ്റെയും തട്ടിച്ചെടുത്ത ആട്, വല്ലവൻ്റെയും പിടിച്ചെടുത്ത പശുവൊക്കെ ആയിട്ട് വരിക. അപ്പോൾ അറബികളുടെ കടയുമായി, അല്ലെങ്കിൽ അറബികളുടെ സ്വത്തുമായി, അതല്ലെങ്കിൽ ആരെങ്കിലും നോക്കാൻ ഏൽപ്പിച്ച അമാനത്തൊക്കെ സ്വന്തമാക്കിയിട്ട് അതൊക്കെ കൊണ്ടുവരുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ഒരാളും വന്നു പോകരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. കല്ല. അപ്പോൾ സത്യവും അസത്യവും നോക്കാതെ, നീതിയും അനീതിയും നോക്കാതെ, ഹലാലും ഹറാമും നോക്കാതെ സമ്പാദിക്കുകയും അത് കെട്ടിപ്പൂട്ടി വെച്ച് അനുഭവിക്കുകയും ചെയ്യുന്നവനെയും നരകം വിളിക്കുമെന്നാണ് പറയുന്നത്. മറ്റൊരു ഭാഗത്ത് പറയണം, അൽഖിയാ ഫീ ജഹന്നമ കുല്ല കഫാരിൻ അനീദ്. അൽഖിയാ ഫീ ജഹന്നമ, നരകത്തിലേക്ക് വലിച്ചെറിയണം. ആരെ? കുല്ല കഫാരിൻ അനീദ്, എല്ലാ നിഷേധികളെയും, അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെയും മരണാനന്തര ജീവിതത്തെയും നിഷേധിക്കുന്ന എല്ലാ നിഷേധികളെയും, അനീദ് എല്ലാ ധിക്കാരികളെയും, മന്നാഇൻ ലിൽ ഖൈരി എല്ലാ നന്മയ്ക്കും തടസ്സം നിൽക്കുന്ന, മുഅ്തദിൻ അക്രമകാരികളായ, മുരീബ് എല്ലാ സംശയാലുക്കളെയും. സംശയം എന്ന് പറഞ്ഞാൽ മരണാനന്തര ജീവിതം ഉണ്ടോ ഇല്ലയോ എന്ന വിഷയത്തിൽ സംശയം